പത്തനംതിട്ട കലഞ്ഞൂർ കൊലപാതകത്തിൽ പ്രതി ശിവപ്രസാദ് പിടിയിലായിട്ടുണ്ട്. JCB ഡ്രൈവറായ മനുവിനെ പറമ്പിലെ പണിക്കായി ശിവദാസ് വിളിച്ചു വരുത്തുകയായിരുന്നു. വാക്കുതർക്കം ആണ് കൊലപാതകത്തിൽ കലാശിച്ചത്. പുലർച്ചെ 3:30യോടെയാണ് കഞ്ചോട് സ്വദേശി മനു കൊല്ലപ്പെട്ടത്. ശശിനാരായണൻ തന്നെയാണ് ചേരുന്നത്. ശശി, നേരത്തെ മദ്യപാനത്തിനിടെയുണ്ടായ തർക്കം എന്ന നിലയിൽ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ കൊലപാതകം സംഭവിച്ചത്, എന്താണ് അതിന് പിന്നിൽ എന്നതിൽ ഇപ്പോൾ വ്യക്തത കൈവന്നിട്ടുണ്ടോ? പക്ഷേ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടപ്പോൾ പ്രതി പിടിയിലായിട്ടുണ്ട്. ശിവപ്രസാദ് പിടിയിലായിട്ടുണ്ട്. ശിവപ്രസാദും കൊല്ലപ്പെട്ട മനുവും സുഹൃത്തുക്കളാണ്. ഇന്നലെ രാത്രിയാണ് മനു ശിവപ്രസാദിന്റെ വീട്ടിലെത്തുന്നത്. ശിവപ്രസാദിന്റെ വർക്ക്ഷോപ്പ് അവിടെ പണിയുന്നതിനായി ഈ സ്ഥലം നിരപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് JCB ഉപയോഗിച്ച് നിരപ്പാക്കുന്നതിന് വേണ്ടിയാണ് മനു അവിടെ എത്തിയത്. അതിനുശേഷം അവർ രാത്രിയിൽ 12 മണിയോടുകൂടി മദ്യപിച്ചിരുന്നു. തുടർന്ന് ചില വാക്കുതർക്കം ഉണ്ടായി എന്നാണ് പോലീസ് പറയുന്നത്. ആ വാക്കുതർക്കത്തിനിടയിൽ അടിപിടി ഉണ്ടായി. ആ അടിക്കിടെയാണ് ശിവപ്രസാദ് കൊല്ലപ്പെടുന്നത്. ശിവപ്രസാദിനെ ആശുപത്രിയിൽ എത്തിക്കാനൊക്കെ മനു കൊല്ലപ്പെടുന്നത്. മനുവിനെ ആശുപത്രിയിൽ എത്തിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ പ്രതിയായ ശിവപ്രസാദ് ഒപ്പമുണ്ടായിരുന്നു. പഞ്ചായത്ത് അംഗത്തിന്റെ സാന്നിധ്യത്തിലാണ്, നാട്ടുകാരുടെ സാന്നിധ്യത്തിലാണ് മനുവിനെ ശിവപ്രസാദ് ആശുപത്രിയിൽ എത്തിക്കുന്നത്. ആശുപത്രി എത്തിച്ച സമയത്താണ് മരണം സ്ഥിരീകരിക്കുന്നത്. തുടർന്ന് അവിടെ നിന്നാണ് ശിവപ്രസാദ് കടന്നു കളയായിരുന്നു. പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പത്തനംതിട്ട കുമ്പഴയിൽ നിന്നും രാത്രിയോടുകൂടി തന്നെ ഒരു 3 മണിയോടുകൂടി തന്നെ ശിവപ്രസാദിനെ കൂടുതൽ പോലീസ് കസ്റ്റഡി എടുക്കുകയും ചോദ്യം ചെയ്തു വരികയാണ്. വിശദമായ ഒരു ചോദ്യം ചെയ്യലുണ്ട്. കാരണം ഇവർ തമ്മിൽ സുഹൃത്തുക്കളാണെങ്കിൽ എന്തെങ്കിലും ഈ കൊലപാതകത്തിന് വൈരാഗ്യം, മറ്റ് നേരത്തെയുള്ള മുൻ വൈരാഗ്യം വല്ലതും ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി പോലീസ് അന്വേഷിച്ചു വരികയാണ്. അത്തരം കാര്യങ്ങൾ കൂടി പരിശോധിക്കുന്നുണ്ട്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഈ മദ്യപിച്ചതിനു ശേഷം രണ്ടുപേരും ഉണ്ടായ വാക്കുതർക്കമാണ് കൊലപാതകത്തിലെത്തിയെന്നാണ് DSP നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. അഭിലാഷേ, ഇപ്പോൾ ഈ എവിടെയാണ് ഈ പ്രതി ഉള്ളത്? പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ടോ? അത്തരം കാര്യങ്ങളിൽ വ്യക്തതയുണ്ടോ? അഭിലാഷ, പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. രാത്രിയിൽ ഈ ശിവപ്രസാദ് ഈ കലഞ്ഞൂരിലെ വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശിവപ്രസാദിന്റെ അമ്മയും സഹോദരിയും ഒക്കെ വിദേശത്താണ്. ആ വീട്ടിലാണ് ഇന്നലെ മനു അവിടെ എത്തുന്നത്. ഈ വർക്ക്ഷോപ്പ് പണിയുന്നതിന് വേണ്ടി സ്ഥലം നിരപ്പാക്കുന്നതിന് വേണ്ടിയാണ്, ഹിറ്റാക്കി വെച്ച് നിരപ്പാക്കുന്നതിന് വേണ്ടിയാണ് എന്നത്. അവര് ഒന്നിച്ച് പഠിച്ചവരാണ്. തൊട്ടടുത്തൊക്കെ താമസിക്കുന്ന, വലിയ ദൂരമില്ലാതെ തന്നെ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ താമസിക്കുന്നവരാണ്. നേരത്തെ പരിചയമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഒരു മുൻവൈരാഗ്യത്തിന് സാധ്യതയില്ലെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും അത്തരം കാര്യങ്ങൾ ഇനി ഈ മരണത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി പോലീസ് പരിശോധിക്കുകയാണ്. പക്ഷേ ഈ വാക്കുതർക്കം, ഇവർ മദ്യപിച്ചതിന് ശേഷം വാക്കുതർക്കം ഉണ്ടായും പരസ്പരം കയ്യേറ്റം ചെയ്യും ഒരു സാഹചര്യം ഉണ്ടായെന്നും ശിവപ്രസാദ് പറഞ്ഞിട്ടുണ്ട്. വിശദമായ ചോദ്യം ചെയ്യലിൽ മാത്രമേ എന്താണ് കൊല എങ്ങനെയാണ് നിർവഹിച്ചത് എന്നതിൽ വ്യക്തതയുണ്ടോ? അഭിലാഷേ, അതാണ് ഇവരെ മദ്യപിച്ചതിന് ശേഷം പരസ്പരം വാക്കേറ്റം ഉണ്ടായി, വാക്കുതർക്കം ഉണ്ടായി. അത് പിന്നെ കയ്യാങ്കളിയിലേക്ക് പോയി. ശിവപ്രസാദ് മനുവുമായി രണ്ടുപേരും പരസ്പരം വഴക്കുകയും അതുപോലെ കയ്യേറ്റം ചെയ്തൊരു സാഹചര്യമുണ്ട്. ആ കയ്യേറ്റത്തിലാണ് ഈ മനു കൊല്ലപ്പെട്ടതെന്നാണ് ഇപ്പോൾ പോലീസ് നൽകിയിരിക്കുന്ന മൊഴി. എന്തായാലും അതായത് ആയുധങ്ങളോ മറ്റോ ഉപയോഗിച്ചിട്ടുണ്ടോ, അതിലൊക്കെ കൂടുതൽ വ്യക്തത കൈവരേണ്ടതുണ്ടല്ലേ? വിശദമായ ചോദ്യം ചെയ്യൽ മാത്രമേ അത്തരം കാര്യങ്ങൾ വ്യക്തമായുള്ളൂ. എന്തായാലും ഈ ശിവപ്രസാദിന്റെ തലയിൽ ഒരു ആഴത്തിലുള്ള മുറിവുണ്ട്. മനുവിന്റെ ശരീരത്ത് ആഴത്തിലുള്ള മുറിവുണ്ട്. ഒപ്പം തലയിൽ പല സ്ഥലങ്ങളിലും മുറിവുകളുണ്ട്. ആ മുറിവുകളുടെ പാടുകളൊക്കെ എങ്ങനെ ഉണ്ടായി എന്നുള്ള കാര്യം കൂടി പ്രതിയായ ശിവപ്രസാദിനോട് പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. എന്തായാലും പോലീസ് ഒരു 2-3 മണിക്കൂറിനുള്ളിൽ തന്നെ പ്രതിയെ കസ്റ്റഡി എടുക്കുകയും ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. വിശദമായ ചോദ്യം ചെയ്യൽ കൂടി വരും മണിക്കൂറിൽ നടത്തുമെന്ന് പറഞ്ഞിട്ട് അതിനുശേഷമായിരിക്കും കൃത്യമായൊരു വിവരം ഇവർ തമ്മിൽ എന്തെങ്കിലും കാരണങ്ങൾ എങ്ങനെയാണ് ഈ കൊലപാതകം ഉണ്ടായത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായുള്ളൂ. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ മൊഴി നൽകിയിരിക്കുന്നത് ഈ വാക്കുതർക്കം മൂലമുണ്ടായ സംഘടനത്തിലാണ് മനു കൊല്ലപ്പെട്ടതെന്നാണ് പ്രതിയായ ശിവപ്രസാദ് പോലീസിനോട് മൊഴി നൽകിയിട്ടുള്ളത്. ശിവപ്രസാദ് പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിശദമായി ചോദ്യം ചെയ്യുമ്പോൾ മാത്രമാണ് ഈ കൊലപാതകം എങ്ങനെയാണ് നിർവഹിച്ചത് എന്നതിലടക്കം വ്യക്തത കൈവരികയുള്ളൂ.